നമസ്കാരം, ഞാൻ ദിനേശ് സുബർണിക. നിങ്ങളുടെ അടീനിയൊക്കെ വളരെ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. ഇന്ന് പറയുന്നത് വലിയ അടീനിയങ്ങളെ കുറിച്ചാണ് കേട്ടോ. എൻ്റെ അടുത്ത് മദർ പ്ലാന്റുകളായിട്ടുള്ള വലിയ ചെടികൾ കുറേ എണ്ണം ഉണ്ട്. അപ്പൊ ഞാനത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ കവറെല്ലാം പൊട്ടി വിണ്ടു നിൽക്കുന്നത്. ക്വാളിറ്റി കുറഞ്ഞ കവറിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഇത്തരം ചെടികൾ ആ കവർ പൊട്ടി തുടങ്ങിയപ്പോഴാണ് ആ മണ്ണ് വിണ്ടു പോന്നു. അതിൽ നിന്ന് കവർ പൊട്ടും ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ കുറെ എണ്ണുള്ളത് പറിച്ചെടുത്തു. പിന്നെ കുറച്ച് ചട്ടി മാറ്റാനുള്ളതുണ്ടായിരുന്നു. ഇതൊക്കെ ഏകദേശം 7-8 വർഷം പഴക്കമുള്ള മദർ പ്ലാന്റുകളാണ്. അധികവും ഗ്രാഫ്റ്റ് ആണ്. ഉണ്ടോ? ഗ്രാഫ്റ്റ് ചെടികൾ നല്ല ഭംഗിയുള്ള, ചിലതിലൊക്കെ മൊട്ട് നിങ്ങൾക്ക് തന്നെ കാണാം. അതിൽ കണ്ടില്ലേ മൊട്ട്. പിന്നെ ഉള്ളത് കുറച്ച് വലിപ്പം കുറഞ്ഞ ചെടികൾ, 3 മുതൽ 5 വർഷം വരെ പഴക്കമുള്ള ചെടികൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ച ചെടികളാണ് വലിയ ചെടികൾ. അപ്പൊ ഇത്തരം ചെടികളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, വലിയ ചെടികൾ വേണമെന്നുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇതിപ്പോ എന്താ വെച്ചാൽ ഇനി ഇതുമ്മ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു കൊമ്പിൽ 2-3 കളറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. പിന്നെ ഇപ്പൊ ഈ ചെടികൾ നമുക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ഡ്രൈ ആയ ചെടികളെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ല വെയിലത്ത് തന്നെ വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരു സാഫ് ഒന്നും കാര്യമായി കൊടുക്കണമെന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ നമ്മൾ വാമ കൊടുക്കുക, ബാക്കി വളങ്ങളൊക്കെ ചേർത്ത് മണൽ കലർന്ന മിശ്രിതത്തിൽ നടുക. പിന്നെ പല ആൾക്കാരും പോട്ടിംഗ് മിക്സ് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം മണ്ണും മണലും, മണ്ണിര കമ്പോസ്റ്റും, എല്ലുപൊടിയും, വേപ്പും മണ്ണാക്കും, പിന്നെ കുറച്ച് കരിയുടെ പൊടി കൂടി നമ്മൾ ചേർക്കാറുണ്ട്. പൊടിയല്ല, കരിയുടെ ചെറിയ കഷ്ണങ്ങൾ, അതും കൂടി ചേർക്കാറുണ്ട്. ഇതാണ് നമ്മളെ പോട്ടിംഗ് മിക്സ്. 2 തവണ നമ്മൾ പതിര് അല്ലെങ്കിൽ ഉമി എടുത്തു. ഉമി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പതിര് ചേർക്കണ്ട. പതിര് ചേർത്താൽ നെല്ലായിട്ട് ചിലപ്പോൾ മുളയ്ക്കും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് പോട്ടിംഗ് മിക്സിൽ ചെയ്യുന്നത്. ഇപ്പൊ കുറെ ആളുകൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സ്, നമ്മളുടെ പോട്ടിംഗ് മിക്സ് എന്താണോ അത് പ്രിപ്പയർ ചെയ്ത് വെക്കും. അത് വിൽപ്പനയ്ക്കായിട്ട് അയച്ചു കൊടുക്കാനുള്ള പരിപാടി ഒന്നും നോക്കുന്നില്ല. ഇവിടെ വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പറയണ, നിങ്ങൾ പോട്ടിംഗ് മിക്സ് ഒന്നും അങ്ങനെ വാങ്ങണം എന്നല്ല, നിങ്ങൾ സ്വന്തം ചെയ്യുക. ചോദിച്ചാൽ വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ കോൾ ചെയ്യുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യം, ചെടി വാങ്ങിയാൽ മാത്രമേ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു തരുള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഇതാണ്, മറുപടിയാണെങ്കിൽ ഞാൻ വിശദമായി തന്നെ പറഞ്ഞുതരും. അതുകൊണ്ടാണ് കോൾ ചെയ്യാൻ പറയുന്നത്. മെസ്സേജ് ആകുമ്പോൾ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ചോദ്യം വരും, വീണ്ടും അതിന് മെസ്സേജ് അയക്കാൻ. കോൾ ആകുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് ചോദിച്ചു മനസ്സിലാവും. അപ്പൊ ചെടി വാങ്ങണം ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങളോട് ഞാൻ എന്നെ വിളിക്കുന്ന ആളുകളോട് എപ്പോഴും പറയാറ്, ചെറിയ ചെടികൾ വേണമെങ്കിൽ പുറത്തുനിന്ന് മേടിക്കും. അപ്പൊ ഈ വലിയ ചെടികളൊക്കെ ആണെങ്കിൽ നമ്മളെടുത്തും തരാം. ചെറിയ ചെടികൾ ഓൺലൈനിൽ വിൽക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഞങ്ങളിവിടെ സെറ്റ് ചെയ്യുന്നത് വലിയ ചെടി ചട്ടിയിൽ സെറ്റ് ചെയ്തിട്ട് 500 മുതൽ അതിന്റെ മേലേക്ക് പല റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം ചെടികളാവുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ പിന്നെ വളർച്ചയുടെ ആ പ്രശ്നം വരുന്നില്ല. ഇത് വളമൊക്കെ കൃത്യം കൊടുത്താൽ നല്ല ഇലച്ചാർത്തുകൾ നിറയെ പൂവിടും. അപ്പൊ ഇങ്ങനത്തെ ചെടികൾ വേണം എന്നുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്, എനിക്ക് വേറെ ജോലിയാണ്, ഒഴിവ് സമയത്ത് വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്, 4:30 5 മണിക്ക് വന്നതിന്റെ ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ചിടുക. അത് കഴിഞ്ഞ് ഒരു 4:30 ശേഷം വിളിച്ചാൽ എന്നെ കിട്ടും ഉണ്ടോ. അപ്പൊ നമ്മളുടെ ഈ സൗഹൃദം ഇങ്ങനെ തന്നെ തുടർന്നു പോട്ടെ. നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് ചോദിക്കാം. ഞാൻ ഓരോ മത്സരങ്ങൾ ഇടുമ്പോൾ അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ നോക്കുക. ഗിവ് അവേ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ അടുത്ത വീഡിയോ ഒന്ന് നോക്കണം. കാരണം സമ്മാനങ്ങൾ 3 തവണ നമ്മളെ കയ്യിൽ പെൻഡിങ് ആയിരുന്നു. ഇനി സീനിയർ സിറ്റിസന്റെ ഒരു സമ്മാനം ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ആൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുക, എന്നെ ഒന്ന് കോൾ ചെയ്യാൻ പറയുന്നത്. നമുക്ക് നോട്ട് ചെയ്ത് വെക്കാലോ കേട്ടോ. ഓക്കെ, അപ്പൊ സന്തോഷം. നിങ്ങൾക്ക് അടീനിയങ്ങളുടെ കൂടുതൽ വിവരങ്ങളുമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. താങ്ക് യു.